ഹലോ എവരി വൺ, വെൽക്കം ടു അവർ ചാനൽ. ലേറ്റസ്റ്റായിട്ട് ഇറങ്ങിയ തമിഴ് മൂവി ഗോഡ്, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ആക്ടർ വിജയുടെ ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശേഷമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഞാൻ മൂവി ഫസ്റ്റ് ഡേ തന്നെ കണ്ടു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ഗൈസ്, ക്ലിക്ക് ദ ബെൽ ബട്ടൺ ഓൾസോ. ഓക്കെ, അതെനിക്ക് കുറച്ചും കൂടി ഇൻസ്പിറേഷൻ തരും കൂടുതൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ മൂവിയെക്കുറിച്ച് കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതിന് മുമ്പായിട്ടൊരു ഇൻട്രസ്റ്റിംഗ് ആപ്പിനെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. കുക്കു FM. അതിൽ കുറേ ഓഡിയോ ബുക്സ് ഉണ്ട്. അതായത് നമ്മൾ ഫേമസ് ആയിട്ടുള്ള ബുക്സുകൾ ലൈക്ക് സൈക്കോളജി ഓഫ് മണി, റിച്ച് ഡാഡ് പുവർ ഡാഡ്, അങ്ങനെ തൗസൻഡ്സ് ഓഫ് ബുക്കുകൾ ഓഡിയോ ഫോമിൽ ഷോർട്ട് സമ്മറി ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. 1 hour നിങ്ങൾക്കൊരു ബുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഓഡിയോ ഫോമിൽ. അപ്പോൾ അതിൻ്റെ ഓഫർ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് 50% ഡിസ്കൗണ്ട് കിട്ടും. അതിൽ ഓഫർ ലിങ്ക് ഉപയോഗിച്ച് അത് ഇൻസ്റ്റാൾ ചെയ്ത് അതിലെ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള പ്രൈസിൽ 50% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ജസ്റ്റ് ലെസ് ദാൻ 500 റുപ്പീസേ വരത്തുള്ളൂ 1 year സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പോൾ അതിൽ തൗസൻഡ്സ് ഓഫ് ബുക്സ് നമുക്ക് കേൾക്കാൻ പറ്റും. നമുക്കൊരു ബുക്ക് വായിച്ച് തീർക്കാൻ കുറേ ടൈം എടുക്കും. വിത്തിൻ 1 hour നമുക്ക് ബുക്ക് സമ്മറി ആയിട്ടുകൊണ്ട് ഫുൾ ഫോമിലുള്ളതായിട്ട് നമുക്ക് ഓഡിയോയിൽ കേൾക്കാം. അപ്പോൾ ഞാനത് യൂസ് ചെയ്യുന്നു കുറേ വർഷങ്ങളായിട്ട്. അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് കടക്കാം. മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും അതിൻ്റെ സ്റ്റോറിയും ഒക്കെ ചെയ്തിരിക്കുന്നത് വെങ്കട് പ്രഭു ലാസ്റ്റ് ചെയ്ത മംഗാത്ത എന്ന് പറയുന്ന മൂവി, അജിത്ത് അഭിനയിച്ച മൂവി വളരെ നല്ലൊരു എൻ്റർടൈനർ മൂവിയായിരുന്നു. ഒരു 3 hours ലോങ് ഡ്യൂറേഷനിലൊരു മൂവിയാണ്. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ട്രെയിലറിലൊക്കെ കണ്ട പോലെ തന്നെ ഇതിൽ കുറേ സ്റ്റാർസ് ഉണ്ട്, കുറേ ആക്ടേഴ്സ് ഉണ്ട്. എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ നമ്മൾ ഇതുവരെ സിനിമയിലൊന്നും കാണാത്ത തരത്തിലുള്ള വിഷ്വൽ ഇഫക്ട്സും പിന്നെ AI ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റും സ്റ്റോറിയൊക്കെയാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. നമുക്ക് ബോറടിക്കാത്ത വിധത്തിലുള്ള കണ്ടൻറ്റാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ മെയിനായിട്ട് പ്രഭുദേവ, പഴയ ആക്ടർ പ്രശാന്ത്, മോഹൻ, പിന്നെ ജയറാം, മലയാളം നിന്നുള്ള അജ്മൽ അമീർ, ഇങ്ങനെയുള്ള ഈ ആക്ടേഴ്സൊക്കെ അവരുടെ റോൾസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഫ്രണ്ട്ഷിപ്പും ആ ഒരു ടീം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇവരുടെ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റോറി ഒന്നും പറയാൻ പറ്റാത്ത വിധത്തിലാണ്. ഇപ്പോൾ എന്തും പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആയിപ്പോൾ, അതുകൊണ്ട് ഞാനൊന്നും സ്റ്റോറി ഒന്നും പറയാൻ പറ്റില്ല. മെയിനായിട്ട് ഇവരൊരു ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സീൻസും ആക്ഷനും പിന്നെ റിവെഞ്ച് പിന്നെ ഫാമിലി ഡ്രാമ, അതൊക്കെ ഒരു മിക്സ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഇതിൽ വിജയിൻ്റെ പല വേർഷൻസ് കാണാൻ പറ്റും. വിജയ് വളരെ ഹാർഡ് വർക്ക് ചെയ്ത് അയാളുടെ ഒരു ഭയങ്കര ക്രിയേറ്റിവിറ്റി നന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. VFX ചില സ്ഥലത്തൊക്കെ കുറച്ച് ഒന്ന് കൂടി ഇമ്പ്രൂവ് ചെയ്യാമെന്ന് തോന്നിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് സീനിലുള്ള ഒക്കെ കുറച്ചും കൂടി നന്നാവുമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ വളരെ ഫാസ്റ്റായിട്ട് പോയി. അതായത് നമ്മൾക്ക് ഇൻ്റർവെല്ലൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി വളരെ ഇൻട്രസ്റ്റ് തോന്നും. നമുക്ക് നല്ലൊരു ചാലഞ്ചിങ് പൊസിഷനിൽ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. പിന്നെ ഫീമെയിൽ ലീഡിൽ മെയിനായിട്ട് മീനാക്ഷി ചൗധരി, സ്നേഹ, പിന്നെ ഒരു പുതിയൊരു ആക്ട്രസിനെ കൂടെ കണ്ടു, വിജയുടെ ഡോട്ടറായിട്ട് അതിലുണ്ട്. അവരെല്ലാം പെർഫോമൻസ് നന്നായിരുന്നു. മീനാക്ഷി ചൗധരി അധികം സീൻസ് ഇല്ല, ഒരു സോങ് സീനുണ്ട്, സീക്വൻസ് ഉണ്ട്, അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് കുറച്ച് എൻഡിലുള്ള സീക്വൻസസ് ആണ്. ക്യാമറ സിനിമാറ്റോഗ്രാഫിയൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ അതിലുള്ള മ്യൂസിക് യുവൻ ശങ്കർ രാജയാണ്. അപ്പോൾ അനിരുദ്ധമായിട്ടൊക്കെ പല ആൾക്കാരും കമ്പയർ ചെയ്യുന്നുണ്ട്. ഇത് കമ്പയർ ചെയ്യാൻ പറ്റില്ല, എല്ലാവരുടെ യൂണീക്കായിട്ടുള്ള ക്രിയേഷനാണ്. യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക് സോങ്സൊക്കെ 2 songs എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് നല്ലൊരു ബോറിങ് ആവാതെ വളരെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ മൂവിയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ. വെങ്കട് പ്രഭു ഡയറക്റ്റ് ചെയ്ത മൂവീസിൽ മംഗത്ത, പിന്നെ ഇതെനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്. കുറേ സസ്പെൻസ് രംഗങ്ങൾ ഇതിലുണ്ട്. ഇൻ്റർവെല്ലിന് ശേഷവും ഇൻ്റർവെല്ലിന് മുമ്പായിട്ടും കുറേ സസ്പെൻസുകളുണ്ട്. നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന തരത്തിൽ പല ട്വിസ്റ്റുകളും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇതിൽ പലതും എനിക്ക് പറയണം തോന്നുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് കളയണ്ടെന്ന് വെച്ച് ഞാൻ പറയുന്നില്ല. ഒരു സോങ് സീൻ വിജയും മീനാക്ഷി ചൗധരിയുള്ള ഒരു സോങ്, അത് വളരെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പിയറൻസ് ആയിട്ട് കുറേ ചില ആൾക്കാർ ഇതിൽ വരുന്നുണ്ട്, അത് ഞാൻ പറയുന്നില്ല, അതൊരു സസ്പെൻസ് ആണ്. നല്ല ആക്ഷൻ സീൻസ് സൂപ്പറായിരുന്നു. പിന്നെ കുറേ ബൈക്ക് ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പ്ലാറ്റ്ഫോമിൽ വന്ന് കാണുന്നതിനെക്കാട്ടിലും തിയേറ്ററിൽ എന്തായാലും ഒരിക്കൽ പോയി കാണാം. ചിലവർക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഒപ്പീനിയനാണ് ഈ മൂവിക്കുള്ളത്. ഒരു മിക്സഡ് ആയിട്ടുള്ള റിവ്യൂസാണ് വരുന്നത്. പക്ഷേ എൻ്റെത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. എനിക്ക് മൂവി വളരെ എൻ്റർടൈനിങ് ആയിട്ട് സിനിമ കണ്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയൊരു മൂവിയാണ് വിജയൻ്റെ. യോഗി ബാബു എന്ന് പറയുന്ന ആക്ടറും അദ്ദേഹത്തിൻ്റെ ആ കോമഡി സീൻസൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റോറിയിൽ നമ്മൾ വിജയ് മൂവീസിൽ കാണുന്ന സ്ഥിരമായിട്ടുള്ള കുറേ രംഗങ്ങളും അതൊക്കെയുണ്ട്. പക്ഷേ വിജയുടെ ആ പ്രസൻസ് കൊണ്ട് നമുക്കത് നന്നായിട്ടത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം വിജയുടെ മൂവീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും മൂവി ഇഷ്ടപ്പെടും. സബ്സ്ക്രൈബ് ദ ചാനൽ, ആഡ് ദ കമൻറ്റ്സ്, ലൈക്ക് ദ വീഡിയോ, പ്രസ് ദ ബെൽ ബട്ടൺ, watch the movie and let me know. See you.
പിന്നെ ഇതിൻ്റെ പ്ലേലിസ്റ്റ് നോക്കുക. ഡിഫറെൻറ്റ് കാറ്റഗറീസിലെ ഞാൻ ഡിഫറെൻറ്റ് വീഡിയോസ് ഇടാറുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇനിയും കണ്ടൻറ്റ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അത് കാണാം.